ഇവിടെ ഒരിടത്ത് പ്രേക്ഷകർ എമ്പുരാൻ എന്ന സിനിമയെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ അപ്ഡേറ്റുകൾ വന്ന് ആഘോഷമാക്കുമ്പോൾ ആ വലിയ താരത്തിന്റെ അപ്ഡേറ്റുകൾ അവിടെയൊന്നും തീരുന്നില്ല. ഇവിടെ ഒരു ചെറിയ ഷൺമുഖൻ കൂടിയുണ്ട്. മറ്റേത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുമ്പോൾ ഈ ഷൺമുഖൻ സ്പ്ലെൻഡറിലാണ്. ഇവിടെ എന്തും പോകും. ഈ രണ്ട് താരതമ്യം ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. കാരണം തരുൺ മൂർത്തി ഒരുക്കുന്ന തുടരും എന്ന ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് കൂടി അവർ പങ്കുവച്ചിരിക്കുന്നു. സമീപകാലത്ത് ഏറ്റ തിരിച്ചടികൾക്ക് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ മറുപടി നൽകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്ന രണ്ട് സിനിമകളാണ് റിലീസ് കാത്തുനിൽക്കുന്നത്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ, തരുൺ മൂർത്തിയുടെ തുടരും. ഇരു സിനിമകളുടെയും ഓരോ അപ്ഡേറ്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ആഘോഷമാകാറുമുണ്ട്. ഇപ്പോഴിതാ പതിവ് തെറ്റിക്കാതെ തുടരും എന്ന സിനിമയുടെ പുതിയ അപ്ഡേറ്റും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. സിനിമയുടെ രണ്ടാം ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോയുടെ റിലീസ് വിശേഷമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. കഥ തുടരും എന്ന് തുടങ്ങുന്ന ഗാനം മാർച്ച് 21 വൈകുന്നേരം 7 മണിക്കാണ് പുറത്തിറങ്ങുന്നത്. മാർച്ച് 20 അതായത് നാളെ എമ്പുരാന്റെ ട്രെയിലർ ഇറങ്ങുകയാണ്. മാർച്ച് 21 തുടരും എന്ന സിനിമയിൽ നിന്നും അടുത്ത ലിറിക് ഗാനം കൂടി വരുന്നു. തുടരും എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം തന്നെ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു. ഇനി രണ്ടാമത്തെ ഗാനം അടുപ്പിച്ചടുപ്പിച്ച് മോഹൻലാൽ അപ്ഡേറ്റുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇതൊക്കെ ആരാധകർ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സംഭവം തന്നെ. ഈ രണ്ട് ക്യാരക്ടറുകളെയും അടുപ്പിച്ചു വെച്ചുകൊണ്ടാണ് പ്രേക്ഷകർ ഈ ഒരു കമ്പാരിസൺ നടത്തുന്നതും. ഒരാൾ ഖുറേഷിയാണെങ്കിൽ മറ്റത് പാവം ഷൺമുഖനാണ്. മോഹൻലാൽ സ്പ്ലെൻഡർ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരു പോസ്റ്ററിനൊപ്പമാണ് അണിയറ പ്രവർത്തകർ സിനിമയുടെ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഈ പോസ്റ്റർ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എമ്പുരാൻ എന്ന സിനിമയുടെ പോസ്റ്ററുകളും മറ്റ് അപ്ഡേറ്റുകളും സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ഹെലികോപ്റ്ററിലും വില കൂടിയ വിദേശ നിർമ്മിത വാഹനങ്ങളിലും സ്റ്റൈലിഷ് ലുക്കിൽ വന്നിറങ്ങുന്ന മോഹൻലാലിനെയാണ് കാണാൻ കഴിയുന്നതെങ്കിൽ തുടരുമെന്ന സിനിമയുടെ പോസ്റ്ററിൽ മുണ്ടും ഷർട്ടും ധരിച്ച് തനി നാടൻ ലുക്കിലാണ് ഇവിടുത്തെ മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത്. എമ്പുരാനിൽ അതിശക്തനായ ഖുറേഷി അബ്രഹാമായി മോഹൻലാൽ എത്തുമ്പോൾ തുടരുമെന്ന സിനിമയിൽ മോഹൻലാൽ ടാക്സി ഡ്രൈവറായ ഷൺമുഖം എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഇരു സിനിമകളിലും തീർത്തും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളായി മോഹൻലാൽ എത്തുമ്പോൾ അത് ആരാധകർക്ക് ഇരട്ടി സന്തോഷത്തിനുള്ള വക നൽകുന്നുണ്ട്. എന്തായാലും രണ്ട് സിനിമകളും പ്രേക്ഷകർ ആഘോഷമാക്കാൻ കാത്തിരിക്കുന്ന സിനിമകളാണ്. കാരണം രണ്ട് സിനിമയിലും തങ്ങളുടെ മോഹൻലാൽ എന്ന താരം തിരിച്ചു വരാൻ പോകുന്നു, അതും ഗംഭീര പ്രശംസകളോടെ തന്നെ. ഈ ഒരു ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നത് എമ്പുരാനിൽ നമ്മൾ കാണുന്നത് ഫാൻ ഷോയിലൂടെ ആയിരിക്കും. രാജ്യമൊട്ടാകെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ. നിരവധി ഫാൻ ഷോകളാണ് മോഹൻലാൽ ചിത്രത്തിന്റേതായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 350 ഫാൻ ഷോകളായിരിക്കും ചിത്രത്തിന്റേതായി ഉണ്ടായിരിക്കുക എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. 300+ ഫാൻ ഷോകളായിരുന്നു ഇതുവരെ കേരളത്തിൽ മാത്രം ചാർട്ട് ചെയ്തിരുന്നത്. അതിപ്പോൾ 350 മറികടക്കുന്നു എന്നാണ് വിവരങ്ങൾ. ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ 350 ഫാൻ ഷോകൾ ആയിക്കഴിഞ്ഞു എന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെയൊക്കെ എണ്ണം ഇനിയും കൂടാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ട്രെയിലറാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. നാളെ ട്രെയിലർ വരുന്നതോടെ ഈ സിനിമയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ഹൈപ്പ് ഭീകരമാകും. ഒരു സർപ്രൈസ് എൻട്രിയുടെ ചെറിയൊരു പോർഷൻ കാണിച്ചുകൊണ്ട് അവസാനിക്കുന്ന ട്രെയിലർ എങ്ങാണമാണെങ്കിൽ വരുന്നത് ഇനിയുള്ള 8 ദിവസവും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. ലൈക്കയുമായുള്ള വിഷയത്തിന്റെ പേരിൽ 10 ദിവസത്തോളം സിനിമയുടെ യാതൊരു അപ്ഡേറ്റ് ഇല്ലാതിരുന്ന വിഷമങ്ങളെല്ലാം ഇപ്പോൾ എല്ലാം മാറിപ്പോയി. ഇനി ട്രെയിലർ കൂടി വന്നാൽ അതിന്റെ പീക്ക് ലെവലിലേക്ക് എത്തും. എന്തായാലും എമ്പുരാന്റെ എല്ലാ വർക്കുകളും ഫിനിഷായി എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇന്നേ ദിവസം അവസാനമായി എത്തിയിരിക്കുന്നത്. എമ്പുരാന്റെ ഫൈനൽ മിക്സിംഗും കഴിഞ്ഞു എന്ന വിവരം. ഇനി എല്ലാം സെറ്റാണ് ഗ്രാൻഡ് വേൾഡ് വൈഡ് റിലീസിനായി. 27 മാർച്ച് ട്രെയിലർ നാളെ വരുന്നു. എല്ലാം കൊണ്ടും ആഘോഷിക്കാൻ റെഡി ആയിക്കോളൂ.